ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഓരോ മന്തും ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ആ പേഴ്സണിൻ്റെ മുഖം കൊണ്ടുവന്ന് ടെലിപ്പതി അയച്ചതിന് ശേഷം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കോണ്ടാക്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. സോ 48 hours 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കോണ്ടാക്റ്റ് വരുന്നതായിരിക്കും. ട്രസ്റ്റോടെ ചെയ്യണം കേട്ടോ, വിശ്വാസം. രണ്ട് മൈൻഡ്സ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം അവിടെ എന്താ പറയുക, രണ്ട് മനസ്സിലാവുമ്പോൾ കൂടുതൽ നെഗറ്റിവിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അപ്പോൾ വർക്കാവില്ല. കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് സറണ്ടർ ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ്. ലാസ്റ്റ് മന്തിൻ്റെ ഒക്കെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, താഴെയുള്ള കമൻസ് വരാറുണ്ട്. അവർക്ക് കോണ്ടാക്റ്റ് വന്നു, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ട്രസ്റ്റോടെ ചെയ്യുക, നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിലാണ് ഈ വീഡിയോ. ഇനി ഒരുപാട് പേരിലേക്ക് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ ചാനലാണ്. ഞാനൊരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. ഞാൻ എൻ്റെ സോൾ പർപ്പസാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആകാശ റെക്കോർഡ്സ് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ 5th കോഴ്സ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാൻ നമ്പറിൽ ഡീറ്റെയിൽസ് ചോദിക്കാം. അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. ക്രിസ്റ്റൽസോ എന്തെങ്കിലുമൊക്കെ ബൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം കേട്ടോ. കാരണം ഞാനിത് പറയുന്നത് നമ്മുടെ സോൾ പർപ്പസാണ്. അപ്പോൾ ഇതുപോലെ മനസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ മുന്നേ ടാരോ കോഴ്സിൻ്റെ കാര്യം 2 കൊല്ലമായിട്ട് ടാരോ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ മാം ടാരോ പഠിപ്പിക്കുമോ, ഞാൻ കുറേ നാളായി നോക്കുന്നു, അതുകൊണ്ട് എനിക്ക് ക്ലാസ് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ചെയ്യുന്ന സോൾ പർപ്പസ് പറയുന്നത് അത് ആവശ്യമുള്ളവരുണ്ടായിരിക്കും, അപ്പോൾ അവരിലേക്ക് എത്തിക്കണം. അതാണ് ഞാൻ ചെയ്യുന്നുണ്ട് സോൾ പർപ്പസ്. ഓക്കെ, സോ നമുക്കിത് നോക്കാം. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു 48 hours വിൽ ദേ കോണ്ടാക്ട് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് മനസ്സിൽ കൊണ്ടുവരിക. ബിഫോർ ദാറ്റ് ടേക്ക് എ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് 3 times. അബ്ഡോമിനൽ ബ്രീത്തിങ് നിങ്ങൾ ചെയ്യുക. നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നല്ല ഗോൾഡൻ ലൈറ്റ് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ശരീരത്തെ ഫീൽ ചെയ്യുന്നതായിട്ടും. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഒരു കറുത്ത കളറിലുള്ള നെഗറ്റീവ് എനർജീസ് പുറത്തേക്ക് പോകുന്നതായിട്ടും. അതൊക്കെ നിങ്ങളുടെ ബ്ലോക്സ് ആണ്, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഹാർട്ട് ചക്രയുള്ള ബ്ലോക്സ്. അത് പുറത്തേക്ക് റിലീസ് ചെയ്ത് പോകുന്നതും ഇമാജിൻ ചെയ്യാം. ഓക്കെ, റിലാക്സ് ആയതിനു ശേഷം നമുക്ക് നോക്കാം കേട്ടോ. യൂണിവേഴ്സ് സ്പിരിറ്റ് സൈറ്റിൽ ഈ കാണുന്ന പ്രേക്ഷകരുടെ പേഴ്സൺ 48 hours ഒരു കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രിസ്റ്റൽസൊക്കെ ബൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സിബു കോയിൻസ് ആണ് ലവിൻ്റെ. നല്ല രീതിയിൽ ലവ് റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ എനർജി കൊടുത്തിട്ടാണ് ഈ ഷിപ്പ് ചെയ്ത് തരിക കേട്ടോ. നല്ല കൂളിംഗ് ആണ്. നമുക്കിങ്ങനെ ഞാൻ 3rd ഐയിലൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഹീലിംഗ് ചെയ്യാറ്. നല്ല രീതിയിൽ നമുക്ക് ഹാർട്ട് ചക്രയിൽ പെയിനൊക്കെ വരുമ്പോൾ ഈ ലവ് ഫ്രീക്വൻസി കയ്യിലെടുത്ത് ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യുന്ന പോലെ ഭയങ്കര ഫീലിംഗ്, ലൈക്ക് നല്ല ഹീലിംഗ് കിട്ടുന്നതാണ് കേട്ടോ. ബ്ലാക്ക് ആയിട്ടുള്ള ഒബ്സീഡിയൻ ക്രിസ്റ്റൽസ് ആണ് ഇതൊക്കെ. ഇത് ക്ലിയർ കോഡ്സിൻ്റെയാണ്. ഓക്കെ, ബ്രേസ്ലെറ്റ്സ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനത്തെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി. നന്നായിട്ട് നിങ്ങൾക്ക് ടെലിപ്പതി മെസ്സേജസ് അവർക്ക് അയക്കാം കേട്ടോ. അത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് പറയാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ്, എൻ്റെ പ്രേക്ഷകർ, സബ്സ്ക്രൈബേഴ്സ്, ഒരുപാട് നാളായിട്ട് കോണ്ടാക്റ്റ് ആഗ്രഹിക്കുന്ന പേഴ്സൺസിൻ്റെ കോണ്ടാക്റ്റ് അവരുടെ ലൈഫിൽ വരുമോ എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് കാണുന്നത് 9 of Pentacles ആണ്. നിങ്ങളെ വളരെയധികം അബൻഡൻ്റ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ അവർ ദൂരത്തു നിന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. നിങ്ങൾ ഭയങ്കര പ്രകൃതിയുമായിട്ട് ഇങ്ങനെ ഇണങ്ങി സന്തോഷത്തോടെ ഉല്ലസിച്ച് നടക്കുന്ന അവർ വളരെയധികം ട്രബിളിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഉള്ളതിൽ വളരെയധികം ഹാപ്പിയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ട് പോലും അവർക്ക് പീസിലിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ചെറിയൊരു നിങ്ങളെ നോക്കി ഇങ്ങനെ അവൾ വളരെ ഹാപ്പിയാണ് വിത്തൗട്ട് മീ ഓൾസോ എന്നൊക്കെ പറഞ്ഞാൽ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് അഡോർ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. ഒരു പ്രണയത്തിൻ്റെ എനർജി.
2 കാർഡ്സ് വന്നു. അവർ അൺഹാപ്പിയാണ് കേട്ടോ. അവർ ആരുടെ കൂടെയാണെങ്കിലും എവിടെയാണെങ്കിലും ദേ ആർ അൺഹാപ്പി വിത്ത് ദെയർ സെൽഫ്. അവരുമായിട്ട് അൺഹാപ്പിയാണ്. അവരുടെ ചോയ്സസിലും അവർ വളരെയധികം ദുഃഖിതനായിട്ടാണ് കാണുന്നത്. ഫുൾ കാർഡാണ്. ദേ നീഡ് എ ന്യൂ ബിഗിനിങ്സ് വിത്ത് യു. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ കാർഡ്സ് എടുക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു കൂടിച്ചേർച്ചയ്ക്ക് തടസ്സമാകുന്നത് ഒരു സ്ത്രീ എനർജിയാണ്. ഇന്നത്തെ ഷോർട്ടിൽ വന്നു ക്യൂൻ ഓഫ് സോർട്സ്. ഒരു സ്ത്രീ എനർജിയാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ. മേ ബി അവർ സിസ്റ്റർ ആയിരിക്കാം, അമ്മ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മദർ ഫിഗറായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ എനർജി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിലത്തെ ഫെമിനിൻ എനർജി കംപ്ലീറ്റ്ലി അവേക്കൻഡ് ആയോ നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഫെമിനിൻ സൈഡിന് ഇമോഷണൽ അവൈലബിലിറ്റിയാണ് കൂടുതലും ഫെമിനിൻസിൻ്റെ ആയിരിക്കും. അതുപോലെ കോഡിപ്പെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളിൽ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരാം. സെൽഫ് ലവിലേക്ക് വരും. നിങ്ങൾ നിങ്ങളുടെ എനർജി ഉണർത്താൻ ശ്രമിക്കുക. നിങ്ങളിൽ ഹാപ്പി ആവാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ ആ ശക്തി, എനർജി, പവർ, സ്ട്രെങ്ത് ഒക്കെ കൂടി വരും കേട്ടോ. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് കപ്സ് ആണ്. നിങ്ങളുമായിട്ടുള്ളൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ്, നിങ്ങളുമായിട്ട് എവിടെയും ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ ഒരു എക്സ്കേർഷൻ, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ പോകണമെന്നും മക്കളും കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പേഴ്സൺ എനിക്ക് തോന്നുന്ന ഒരു ഓവറോൾ എനർജി, ദേ ആർ മിസ്സിങ് യു സോ മച്ച്. യെസ്, അവരുടെ ഇപ്പോഴത്തെ കറണ്ട് ലൈഫിൽ നിന്നും എന്തൊക്കെയാണോ അവർക്ക് ഇപ്പോൾ ലഭിച്ചത് അതൊക്കെ ഉപേക്ഷിച്ച് 2 കപ്പിനെ തേടി പോവുകയാണ് കേട്ടോ. 8 കപ്പിനെ ഉപേക്ഷിച്ച് പോവുകയാണ്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. എനിക്ക് നല്ലൊരു എനർജി റീഡിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മേ ബി അവർക്ക് നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം അവർ ഡീൽ ചെയ്യുന്ന ഇപ്പോഴത്തെ പേഴ്സൺ വളരെ മൂൺ എനർജിയാണ്, ടോക്സിക്കാണ്. ഒരുപാട് ഇവർ പറ്റിക്കുന്നതായിട്ടും കബളിപ്പിക്കുന്നതായിട്ടും സീക്രറ്റ്സ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് വരികയാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഫേക്ക് പ്രോമിസസ്, ഇനി ഞാനിങ്ങനെ ചെയ്യില്ല, പിന്നെയും അത് ചെയ്തുകൊണ്ടിരിക്കുക. സോ അതൊക്കെ ഇവരെ ഒരുപാട് ആലോചനയിൽ കൊണ്ടുവന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ പേഴ്സൺ കറൻ്റ്ലി നോക്കൂ, വളരെ അൺഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. രാത്രി ഉറക്കമില്ല, അല്ലെങ്കിൽ ഉറങ്ങുകയാണെങ്കിൽ പോലും ഡീപ്പ് സ്ലീപ്പ് അവർക്ക് കിട്ടുന്നില്ല. നല്ല സുഖത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരുപാട് ദുർഘടമായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലാണ് കിടന്ന് ഉറങ്ങിപ്പോകുന്നത്. അതാണ് കാണുന്നത് കേട്ടോ. 9 ഓഫ് സോർഡ്സ് ആണ്. വളരെയധികം ഒരുപാട് ചിന്തകൾ, ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ ചിന്തിച്ചു പോകും. അതാണ് 9 സോഡ് എന്ന് പറഞ്ഞാൽ എയറാണ്, എയർ സൈഡ്. ചിന്ത, തോട്ട്, ഇൻ്റലക്ച്വൽ. അവർ പുതിയ തീരുമാനം എടുക്കാനായിരിക്കും. ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയല്ലോ, എന്താണ് ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തത്, എന്നെ ഇത്രയും കാര്യമായിട്ട് ഒരാൾ പ്രണയിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അവർ ലീവ് ചെയ്ത് പോയത്, ഞാൻ എന്തൊരു വിഡ്ഢിത്തരമാണ് ചെയ്തത്, എന്നിട്ട് എനിക്ക് കിട്ടിയ ലൈഫ് എന്താ ഇങ്ങനെയല്ലേ എനിക്ക് ലൈഫ് കിട്ടിയത്, ഞാൻ അവളുടെ ശാപം കിട്ടുമോ, അല്ലെങ്കിൽ അവൻ്റെ ശാപം എൻ്റെ ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ, ഒരു എന്താ പറയുക, അൺകൺട്രോളായ ചിന്തകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ രാത്രി ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി എണീക്കുകയാണ്. പൊട്ട സ്വപ്നം കാണും. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സ്വപ്നം കാണുന്നുണ്ടായിരിക്കും. അവർ പേടിച്ച് എണീക്കുന്നത് കാണുന്നുണ്ട്. അതൊക്കെയാണ് കാണുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക്, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മിസ്സിങ് എനർജിയാണ്. നിങ്ങളുടെ ഒരു പ്രസൻസ് അവർ തേടുന്നുണ്ട്. പക്ഷേ വേറെ ഈഗോ, അവർക്കൊന്നും വരാനൊരു ഈഗോ, കാരണം അവർ വളരെ ലോ എനർജി അല്ലേ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ വരുമെന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടെലിപ്പതി മെസ്സേജസ് അയക്കാം കേട്ടോ. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളെ പേഴ്സണെ ഫ്രണ്ടിലേക്ക് കൊണ്ടിരുത്തുക. നിങ്ങളുടെ പേഴ്സൻ്റെ സോളിനോട് നിങ്ങളെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറയുക. പ്ലീസ് കം പറയുക. അവർ വന്നിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഒരു വെള്ള രൂപമാണ് കേട്ടോ. അവരുടെ ഫേസ് ഒന്നും നിങ്ങൾക്ക് വിസിബിൾ അല്ല. ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടൊരു വെള്ള രൂപം നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. മേ ബി അവരുടെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, സോൾമേറ്റ് ആയിരിക്കാം, നിങ്ങൾ പ്രണയിക്കുന്ന ഒരു പേഴ്സണാണ്. ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവരുടെ ഫേസ് നോക്കുമ്പോൾ വളരെയധികം വേദനിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ടെലിപ്പതി മെസ്സേജസ് അയക്കും. നിങ്ങൾക്ക് അവരോട് എന്താണോ പറയാനുള്ളത് അത് ഈ ഒരു സമയം നിങ്ങൾക്ക് പറയാം അവരുടെ സോളിനോട്. അവരെ തേർഡ് ഐയിൽ നോക്കിയിട്ട് പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് റിസീവ് ആവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് നിങ്ങളുടെ തോട്ട് അവരുടെ മനസ്സിൽ വരും. മേ ബി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനോ കോൾ ചെയ്യാനോ ഒക്കെ സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് പറയാം എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പറയാനുണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ടെലിപ്പതി മെസ്സേജസ് അവർക്ക് അയക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾ അൺകണ്ടീഷണലായിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളതിൽ മനസ്സിലാക്കാൻ ഒരു വീഴ്ച വന്നിട്ടുണ്ട്.
പക്ഷെ അത് സാരമില്ല. ഞാൻ ഒരു കണ്ടീഷൻസും വെച്ചിട്ടില്ല. നിങ്ങൾ എന്നെ നോക്കണമെന്നോ എന്നെ തിരിച്ച് ടേക്ക് കെയർ ചെയ്യണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നും എവിടെയാണെങ്കിൽ പോലും ഹാപ്പിയായി നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ പുഞ്ചിരിച്ചിരിക്കുന്നത് എനിക്ക് കണ്ടാൽ മതി എന്ന് നിങ്ങൾക്ക് പറയാം. എന്നും എൻ്റെ മരണം വരെ നിങ്ങളോടുള്ള അൺകണ്ടീഷണൽ ലവ് ഒരു തരി പോലും കണം പോലും കുറയുന്നുണ്ടാവില്ല. കൂടി ഏറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ. ഐ ലവ് യു സോ മച്ച്, ഐ ലവ് യു ടു എന്നവർ തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ. മേ ബി അവർക്ക് അറിയുന്നത് കാണാം, ചിലപ്പോൾ കണ്ണു നിറയുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ കണ്ണും നിറയുന്നത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ പേഴ്സണൽ ഹഗ് ചെയ്യാം കേട്ടോ. അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു മുത്തം നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. നെറുകിലോ കവിളിലോ ചുണ്ടിലോ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണോ കൊടുക്കാൻ തോന്നുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ പ്രണയമാണ് അവർക്ക് കൈമാറുന്നത്, അത്രയേ ഉള്ളൂ. അതിലൂടെ അവർക്ക് അത് ഫീൽ ആവുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു അൺകണ്ടീഷണൽ ലവ് അവർക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് റിയലൈസേഷൻസ് വരുന്നുണ്ട്. തേർഡ് ഐയിലാണ് നിങ്ങൾ ചുംബിച്ചെങ്കിൽ പെട്ടെന്ന് ആ ഒരു സോൾ കണക്ഷൻസ് അവർക്ക് കൂടുതൽ ഫീൽ ചെയ്യും. സ്പാർക്ക് പോലെ, ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ, ഞാൻ എന്തിനു ഉപേക്ഷിച്ചു പോയി, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു നിമിഷം അവർ നിങ്ങളോട് പറയുന്നുണ്ട്, സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സാലെ അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഫേക്കായിട്ടുള്ള പ്രോമിസസ് തന്നു പോയിട്ടുണ്ട്. എൻ്റെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കും. എന്നോട് ക്ഷമ തരിക. അറിഞ്ഞുകൊണ്ട് ഞാൻ വേദനിപ്പിക്കണമെന്നൊന്നും കരുതിയിട്ടില്ല. പക്ഷേ അതങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. രണ്ടുപേർക്കും ഒരു കർമ്മ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ലെസൺസ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് എന്താണ് റിയൽ ആയിട്ടുള്ള സ്നേഹമെന്ന് എനിക്ക് നിന്നിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനും കൂടെ ആയിരിക്കും ഇനി എനിക്ക് നിന്നിലേക്ക് ശക്തമായിട്ട് 100% അപ്പുറമായിട്ട് എനിക്ക് നിന്നിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് എന്നവരും പറയുന്നുണ്ട്. താങ്ക് യു പറയാം. ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയാം. നിങ്ങൾക്ക് വിളിച്ച സമയത്ത് വന്നതിനും എൻ്റെ ടെലിപ്പതി മെസ്സേജസ് റിസീവ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ് തീർക്കാം കേട്ടോ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ട്, നിങ്ങൾ എന്തെങ്കിലും വിശേഷങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക്. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ ഒരു റീഡിങ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു എവ്രി വൺ. നിങ്ങളിങ്ങനെ ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനി ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വന്നാലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ റിസീവ് ആവുന്നില്ല, അവർ നോക്കില്ല, നിങ്ങൾ ബ്ലോക്ക്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടെലിപ്പതി മെസ്സേജസ് അയക്കാം, അവർക്ക് പെട്ടെന്ന് റിസീവ് ആവുന്നതാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. പക്ഷേ അത് ടെലിപ്പതി അയക്കുമ്പോൾ നിങ്ങളും അവർ തമ്മിൽ കണക്ഷൻസ് വേണം കേട്ടോ, എന്നാൽ മാത്രമേ റിസീവ് ആവുള്ളൂ. ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് റിസീവ് ആവുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇന്ന് കണ്ട ഒരാൾക്ക് നിങ്ങൾ ടെലിപ്പതി അയച്ചാൽ അവർക്ക് റിസീവ് ആവില്ല. നിങ്ങൾക്ക് പരിചയം വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 2 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി മെസ്സേജ് വരും. ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് വന്നു തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ എനർജി ഒന്നുകൂടി വൈബ്രേഷൻ ഒന്ന് കൂട്ടാൻ ശ്രമിക്കുക. നന്നായിട്ട് ഹാർട്ട് ചക്ര ആക്ടിവേഷനൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലായിട്ട് കാണാം. ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ എത്ര ടൈംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മനസ്സ് ശാന്തമാകുന്ന സമയത്ത് മാത്രം ചെയ്യുക കേട്ടോ. അപ്പോഴാണ് കൂടുതൽ എനർജി എഫക്റ്റ് ആവുള്ളൂ. ഓക്കെ, സോ താങ്ക് യു.